الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തിരുമാറാകട്ടെ. ശേഷിക്കുന്ന ആയുസ്സിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അവന്റെ പള്ളിയിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിലും മറ്റും യുദ്ധത്തിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യർ എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി രണ്ടാം ഉമർ എന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധനായ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അധികാര പ്രദേശത്ത് അഗ്നിയാരാധകരായ ആളുകൾ ധാരാളം ജീവിച്ചിരുന്നു. അവർക്കിടയിൽ ഒരു വലിയൊരു ദുരാചാരം അന്ന് നിലവിലുണ്ടായിരുന്നു. സ്വന്തം മാതാവിനെ വിവാഹം ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ദുരാചാരം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെ അവരുടെ ഇടയിൽ അത് വ്യാപകമായി അന്ന് നിലവിലുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അരോചകമായി അനുഭവപ്പെടുകയും എന്നാൽ ഇത് നിർത്തലാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനൊരു സന്ദേഹം ഉണ്ടാവുകയും എന്താണ് ഇവരുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്നറിയാൻ വേണ്ടി അന്ന് ജീവിച്ചിരുന്ന താബിഈങ്ങളുടെ നേതാവായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരു കത്തെഴുതുന്നുണ്ട്. ഇങ്ങനെ കുറെ ആളുകൾ എന്റെ ഭരണപ്രദേശത്തുണ്ട്, അവരുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഒരു ഭരണകൂടം സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അതിന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി എഴുതിയ മറുപടി, താങ്കൾ താങ്കളുടെ മുൻഗാമികളുടെ ചര്യകൾ പിന്തുടർന്നാൽ മാത്രം മതി, പുതിയൊരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. അഥവാ ആ അഗ്നിയാരാധകർക്ക് താങ്കളുടെ ഭരണത്തിൻ കീഴിൽ അങ്ങനെ ഒരു മതാചാരം അവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഹസനുൽ ബസ്രിയുടെ മറുപടി. നമ്മൾ ആലോചിക്കേണ്ടത്, അധികാരത്തിന്റെ ചെങ്കോൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കയ്യിൽ ഉണ്ടായിട്ട് പോലും താൻ ഭരണം നടത്തുന്ന പ്രദേശത്തുള്ള ഒരു മതവിഭാഗത്തിന്റെ മതപരമായൊരു സ്വാതന്ത്ര്യം അത് മുസ്ലിമീങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തതാണെങ്കിൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ചെയ്തത്. അഥവാ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം ഇസ്ലാമിക ഭരണം എന്ന് കൃത്യമായിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തന്റെ നടപടിയിലൂടെ വരച്ചു കാണിക്കുകയായിരുന്നു. ഞാനിത് പറഞ്ഞു വച്ചത്, ഇന്ന് രണ്ട് രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ മുസ്ലിമീങ്ങളുടെ
മറ്റ് സമൂഹങ്ങളോടുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. അവരോട് മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് സഹകരിക്കേണ്ടത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ സഹകരിക്കുക, തിന്മയിൽ നിസ്സഹകരിക്കുക, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഒരു കാര്യം നന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനകത്ത് സഹകരിക്കുകയും തിന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിസ്സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ബാധ്യത എന്ന് പറയുന്നത്. ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനോട് സഹകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പറ്റൂല. നന്മയെ സപ്പോർട്ട് ചെയ്യാനേ കഴിയുള്ളൂ. ഈമാൻ എന്ന് പറയുന്നത് 100% ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മറുവശത്ത് കുഫർ എന്ന് പറയുന്നത് 100% തെറ്റാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഈമാനിൽ അടിയുറച്ചു നിൽക്കുകയും ഈമാനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. കുഫർ 100% തെറ്റാണെന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുഫറിനെ അംഗീകരിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ കുഫർ വളരുന്ന ഒരു രീതിയെ സഹായിക്കാനോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിയില്ല. അതൊരു വർഗീയ ചിന്തയുമല്ല. തെറ്റാണെങ്കിലും അതിനെ സഹായിക്കണമെന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്. അതൊരു തരം കാപട്യവുമാണ്. തെറ്റിനെ സഹായിക്കുക എന്ന് പറയുന്നത് കാപട്യമാണ്. ഇത് മതത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും അങ്ങനെയാണല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പ്രസ്ഥാനം ശരിയല്ല എന്നും അത് തകർക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനുവേണ്ടി ഒരു യോഗം സംഘടിപ്പിച്ചാൽ ആ യോഗത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ പോയി പങ്കെടുക്കാൻ പാടില്ല. അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. അച്ചടക്ക നടപടി ഉണ്ടാകും. കാരണം അവരുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയെ തളർത്താനും തകർക്കാനും വേണ്ടിയാണ്. അതിനകത്ത് ഇതിൽ വിശ്വസിക്കുന്ന ഒരാൾ പോയി പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസത്തിൽ 100% അടിയുറച്ചു നിൽക്കുക. കുഫർ തെറ്റാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുകൊണ്ട് തന്നെ കുഫറിന് ഒരു നിലയ്ക്ക് നമ്മൾ സഹായിക്കാതിരിക്കുക. ഇതാണ് അടിസ്ഥാനം. എന്നാൽ മാനവികത എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. മനുഷ്യത്വപരമായ സമീപനം. അതിനകത്ത് മതമില്ല, ജാതിയില്ല, വർഗവും വർണ്ണമൊന്നുമില്ല. മാനവികതയ്ക്ക് ഏറ്റവും ഊന്നൽ കൊടുത്തൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. മനുഷ്യത്വപരമായ സമീപനങ്ങളിൽ എല്ലാവരോടും നമ്മൾ 100% സഹകരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച രണ്ട് തെറ്റായ നിലപാട് എന്നുള്ളത്, ഒന്ന്, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. അവരുടെ കൂടെ കച്ചവടം നടത്താൻ പാടില്ല. അവരോട് പരമാവധി സംസാരിക്കാതിരിക്കണം. അവരുടെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കണം. അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കാതിരിക്കണം. അവരെ തൊട്ടാൽ ഒന്നുപോലും പുതുക്കണം എന്നൊക്കെയുള്ള വിശ്വാസം ഇസ്ലാമിക വിരുദ്ധമാണ് 100%. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ മറ്റൊരു വിശ്വാസമുണ്ട്, അതും തെറ്റാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയാണ്, എല്ലാവരും ശരിയാണ്, അതുകൊണ്ട് എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുക, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുക, അങ്ങനെ അവരുടെ കൂടി സപ്പോർട്ട് നേടിയെടുക്കുക, ഇതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും 100% തെറ്റാണ്. ഈ രണ്ട് തെറ്റായ വിശ്വാസങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. ഇതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് പറയുന്നത്. മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ എല്ലാവരുമായിട്ട് സഹകരിക്കണം. അതിൽ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല. ഒരു അമുസ്ലിമായ സഹോദരന് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അവന് വീടില്ലെങ്കിൽ ഒരു വീട് വെച്ചു കൊടുക്കുക. അവന് കടബാധ്യതയുണ്ട്, വീട്ടാൻ നിവൃത്തിയില്ലേ, നമ്മൾ അവനെ സഹായിക്കുക. ഇതൊക്കെ പുണ്യകരമാണെന്ന് മാത്രമല്ല, സ്വർഗം ലഭിക്കാൻ ഉതകുന്ന നന്മയുമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫയുടെ 7ാം വള്ളിത്തിൽ ഫസ്ലുൻ ഫി സദഖത്തി തത്തവുഇ, സുന്നത്തായ സദഖ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അതിനകത്ത് ഇമാം ഇബ്നു ഹജർ വതഹില്ലു സദഖത്തു ലി കാഫിരിൻ,
കാഫിരീങ്ങൾക്ക് സദക്ക ചെയ്യൽ അനുവദനീയമാണ്. ഒലോ ഹർബിയ, ആ കാഫിർ ഹർബിയായ കാഫിറാണെങ്കിൽ പോലും. ഹർബിയായ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, നിതാന്തമായ ശത്രുത പുലർത്തുന്ന കാഫിർ. അങ്ങനത്തെ ഒരു കാഫിറാണെങ്കിൽ പോലും അവന് സദക്ക ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവ് പറഞ്ഞതിൽ ഈ ഹബരി, ഈ ഹദീസ് അതിന് തെളിവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഫീ കുല്ലി കബദിൻ റത്തുബത്തിൻ അജ്റു. പച്ചക്കരളുള്ള ഏത് ജീവിക്ക് ധർമ്മം കൊടുക്കുന്നതിനും കൂലിയുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്. ഈ ഹദീസാണ് തെളിവായിട്ട് ഇമാം ഇബ്നു ഹജർ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഏതൊരു അമുസ്ലിമിനും അവൻ ഹർബിയായ, നമ്മളോട് നിതാന്ത ശത്രുതയുള്ള ആളാണെങ്കിൽ പോലും അവന് സദക്ക ചെയ്യുന്നതിൽ പുണ്യമുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് പോലും അത് കാരണമാണെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സൂറത്തുൽ മുംതഹിനയിൽ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിമീങ്ങൾ, അവർക്ക് അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് ഗുണം ചെയ്യുന്നതും അവരോട് നീതി പുലർത്തുന്നതും അള്ളാഹു വിരോധിക്കുന്നില്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അമുസ്ലിമീങ്ങളോടുള്ള മുസ്ലിമീങ്ങളുടെ നിലപാട് എന്തായിരിക്കണമെന്ന് വളരെ കൃത്യമായ പടച്ചവനോടെ പഠിപ്പിക്കുന്നുണ്ട്. വേറെയും ധാരാളം ആയത്തുകളുണ്ട്. ഒരു ജൂതന്റെ നീതിക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിൽ 10ഓളം ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 105 മുതൽ 114 വരെയുള്ള ആയത്തുകൾ ഒരു ജൂതന് വേണ്ടി അവതരിച്ച ആയത്തുകളാണ്. ബുഷൈറ എന്ന് പറയുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കൽ ഒരു മോഷണം നടത്തി. താൻ മോഷ്ടിച്ച വസ്തു ഒരു ജൂതന്റെ വീട്ടിൽ ഒളിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ആളുകൾ ജൂതൻ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിവരമെത്തി. സഹാബാക്കളിൽ പലരും സപ്പോർട്ട് ചെയ്തു, മുസ്ലിമിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു ജൂതനെതിരെ. പക്ഷെ അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ആയത്തുകൾ ഇറക്കി. നബിയെ, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, ഈ സത്യഗ്രന്ഥം നാം താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് താങ്കൾ പക്ഷപാതിത്വം കാണിക്കാൻ വേണ്ടിയല്ല, ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ്, അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്ന നീതി അനുസരിച്ച് വിധി കൽപ്പിക്കാനാണ് ഈ ഗ്രന്ഥം ഇറക്കി തന്നത്, മുസ്ലിമിന്റെ പക്ഷം പിടിക്കാനല്ല. വലാ തകുല്ലിൽ ഖായിനീന ഹസീമ, വഞ്ചകന്മാർക്ക് വേണ്ടി താങ്കൾ കൂട്ടുനിൽക്കരുത്, തർക്കിക്കരുത്. ഇവിടെ ഈ ബുഷൈർ എന്ന് പറയുന്ന മുസ്ലിമാണ് കുറ്റക്കാരൻ, അവനാണ് മോഷ്ടിച്ചത്, ജൂതനല്ല. ജൂതൻ നിരപരാധിയാണ്. അതുകൊണ്ട് നീതിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നയം. അവിടെ ജാതി മതവും നോക്കൂല. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിരോധമുണ്ടെന്ന് വിചാരിച്ച് നീതിയുടെ ഭാഗത്ത് നിൽക്കാതിരിക്കരുത്, നിങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കരുതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങൾക്ക് ചെയ്യുന്ന പുണ്യങ്ങൾ, അവരോടുള്ള മനുഷ്യത്വപരമായ ഇടപെടലുകൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. പ്രവാചകന്റെ കാലത്ത് ഏറ്റവും ശത്രുതയുള്ള ഒരു ഗോത്രമായിരുന്നു ബനൂമുദർ ഗോത്രം. പ്രവാചകനോട് നിതാന്തമായ ശത്രുതയായിരുന്നു ബനൂമുദർ ഗോത്രത്തിന്. പക്ഷേ അവരൊരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ഒരു സംഘമായി വരുന്നുണ്ട്. ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്, ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർ മനസ്സിലാകും, ഒട്ടിയ കോലങ്ങൾ. പ്രവാചകൻ ഇത് കണ്ടിട്ട് സഹിച്ചില്ല. പ്രവാചകന്റെ മുഖം വിവർണമായി. അവിടെ നിന്ന് അകത്തേക്ക് കയറി, വീട്ടിലേക്ക് കയറി. പുറത്തിറങ്ങി വന്നിട്ട് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ പറഞ്ഞത്, കണ്ടില്ലേ നമ്മുടെ സഹോദരങ്ങൾ ദരിദ്രാവസ്ഥയിലാണ്, നിങ്ങൾ ദാനം ചെയ്യണം. സഹാബാക്കളിൽ പലരും ദിർഹമുമായി വന്നു, ദിനാറുമായി വന്നു, കാരക്കയുമായി വന്നു. ഒരു സഹാബി ഒരു ചാക്ക് വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ ചാക്ക് വലിക്കാൻ കഴിയാതെ അദ്ദേഹം പലപ്പോഴും വീണുപോകുന്നുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യത്വപരമായ ഇടപെടലുകൾ എന്ന് പറയുന്നത് അത് മതത്തിനും ജാതിക്കും അപ്പുറത്ത് പരിശുദ്ധ ഇസ്ലാം കാണുന്ന ഒന്നാണ്. നീതിയുടെ ഭാഗത്ത് നിൽക്കും ഇസ്ലാം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ ഒരു കിബിത്തി ക്രിസ്ത്യാനിയുമായിട്ട്, ഒരു ക്രിസ്ത്യാനിയായ ഒരു യുവാവുമായിട്ട് കുതിരയോട്ട മത്സരം നടത്തി. ഗവർണറുടെ മകൻ തോറ്റു, ആ കിബിത്തി യുവാവ് ജയിച്ചു. ഇതിന്റെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടി ഗവർണറുടെ മകൻ ആ കിബിത്തിയായ ക്രിസ്ത്യാനിയായ യുവാവിനെ പ്രഹരിച്ചു, അടിച്ചു. ഗവർണറുടെ അടുക്കൽ തന്നാൽ നീതി കിട്ടില്ല എന്ന് വിചാരിച്ചു. കാരണം ഗവർണറുടെ മകനാണല്ലോ പ്രതി. നേരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കിലേക്ക് കേസെത്തി. അംർ ഇബ്നുൽ ആസിന്റെ മകൻ എന്റെ മകനെ അടിച്ചു എന്ന് ഈ ക്രിസ്ത്യാനിയായ ഈ മനുഷ്യൻ യുവാവിന് വേണ്ടി പിതാവ് പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും വിളിപ്പിച്ചു. അംറിന്റെ മകനെ നിർത്തിയിട്ട് ഈ ക്രിസ്ത്യാനിയെ കൊണ്ട് അംറിന്റെ മകനെ അടിപ്പിച്ചു. ഇതാണ് നീതി. അപ്പൊ നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്
അവിടെ ജാതിയും മതവും നോക്കുക എന്നുള്ളതല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയും. പക്ഷെ ഇതിനർത്ഥം അമുസ്ലിമീങ്ങളുമായി എല്ലാ നിലയ്ക്കും ഐക്യപ്പെട്ട് അവരുടെ ആചാരങ്ങളിലും അവരുടെ വിശ്വാസങ്ങളിലും യോജിക്കുക എന്നുള്ളതല്ല. അത് തെറ്റാണ്. വിശ്വാസി അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അവന്റെ വിശ്വാസങ്ങളും അവന്റെ ആചാരങ്ങളും അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഇതര മതവിശ്വാസികളുടെ ആചാരങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം. അതൊരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, അത് കാണാൻ കഴിയില്ല. കുഫർ എന്ന് പറയുന്നതും ഹൃദയത്തിലാണ്. ഈമാനും കുഫറും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ടെന്ന് അറിയുന്നത് അയാളുടെ പ്രകടനത്തിലൂടെയാണ്. അയാൾ കലിമ ചൊല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പുണ്ട്, ഇതിലൂടെ ഈമാൻ അറിയാൻ കഴിയും. മനസ്സിലെ ഈമാൻ നമുക്കറിയാൻ കഴിയില്ല, അതിന്റെ അടയാളങ്ങളിലൂടെ അറിയാൻ കഴിയും. ഒരാളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കുഫർ അറിയുന്നത് അയാൾ പ്രകടിപ്പിക്കുന്ന കുഫറിന്റെ ചിഹ്നങ്ങളിലൂടെയാണ്. അയാൾ കുഫറിന്റെ അടയാളങ്ങളുമായി ജീവിക്കുന്നെങ്കിൽ അയാളെ കാഫിറാണെന്ന് നമ്മൾ വിലയിരുത്തും. ഉള്ളിലേക്ക് ഈമാനുണ്ടോ അത് പടച്ചു നോക്കേണ്ട കാര്യമാണ്, അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നാം സാന്ദർഭികമായി നമ്മുടെ ബഹുസ്വര രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ പോലുള്ളൊരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ചിന്താധാരകളും പലപ്പോഴും നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. ഇത് രണ്ടും ശരിയല്ല. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റ് മതസ്ഥരായ ആളുകളുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ചര്യകൾ, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. രണ്ടു വള്ളത്തിലും കാലുകൂട്ടാൻ പറ്റൂലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റേതായ പ്രത്യേകമായ ആരാധനകൾ ഒരാൾ ചെയ്യുന്നെങ്കിൽ, ഉദാഹരണത്തിന് വിഗ്രഹങ്ങളുടെ മുന്നിൽ ഒരാൾ സുജൂദ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രങ്ങളുടെ മുന്നിൽ ഒരാൾ വിളക്ക് കത്തിക്കുന്നു, ഹിന്ദുക്കൾ ധരിക്കുന്നത് പോലെ പൂണൂല് ധരിക്കുന്നു, ജൂതന്മാരുടെ തൊപ്പി ധരിക്കുന്നു, ക്രൈസ്തവ പുരോഹിതന്മാർ അവരുടെ ലോഹയ്ക്ക് നടുവിൽ കെട്ടുന്ന ബെൽറ്റ് ധരിക്കുന്നു, ഇങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റേതായി പ്രത്യേകമായി അറിയപ്പെട്ട ഒരു കാര്യം ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്നെങ്കിൽ നാം അവനെ മുർത്തദ്ദെന്ന് വിലയിരുത്തും. അവൻ ഈ മതത്തിൽ നിന്ന് പുറത്തുപോയി. അവന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ അത് പടച്ചോൻ പരിഗണിക്കേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ കുഫറിന്റെ ചിഹ്നങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുഫറിന്റെ ഷിആറുകൾ പ്രകടിപ്പിച്ച ആളെ നമ്മൾ കാഫിർ എന്ന് വിലയിരുത്തുകയും ആ നിലയ്ക്ക് നമ്മൾ അവനോട് ഇടപെടുകയും ചെയ്യും. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പലതരം കാര്യങ്ങൾ ഈ പറഞ്ഞതിനർത്ഥം മുസ്ലിമീങ്ങളുള്ള വിരോധമോ വർഗീയതയോ ഒന്നുമല്ല. നമ്മൾ പറഞ്ഞല്ലോ, ഒരു 100% ഇസ്ലാമിക രാജ്യം. അങ്ങനെ ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്ത് അമുസ്ലിമീങ്ങൾക്ക് പൗരത്വം കൊടുക്കും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇവിടെയുള്ള മതേതര വിശ്വാസികൾക്ക് പൗരത്വം കൊടുക്കുന്നില്ല. രാജഗോപാൽ എന്ന് പറയുന്ന വലിയൊരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കി കിട്ടാതെ എത്ര വലിയ പ്രശ്നത്തില്, എത്ര വലിയ പ്രതിസന്ധിയിലാണ് ആ മനുഷ്യൻ എത്തിപ്പെട്ടത്. ഇങ്ങനെയല്ല ഒരു ഇസ്ലാമിക രാജ്യം. 100% ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും അമുസ്ലിമിന് അവിടെ പൗരത്വം കൊടുക്കും. അതിനെ പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അഖ്ദുൽ ജിസിയ എന്ന പേരിൽ ഒരു ഇടപാടുണ്ട്. അഖ്ദുൽ ജിസിയ ഉണ്ട്, ഹുദ്നത്തുണ്ട്, അമാനുണ്ട്. 3 നിലപാടുകളുണ്ട്. അവരിൽ നിന്നും ജിസിയ വാങ്ങിക്കൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് പൗരത്വം കൊടുക്കും. അവർക്ക് അവിടെ അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാം. അമുസ്ലിമുകളുടെ ഏത് മതാചാരങ്ങളും ഒരു മുസ്ലിം രാജ്യത്ത് നടപ്പിൽ വരുത്താം. ഒരു അമുസ്ലിമായ ഒരു സഹോദരൻ ഒരു ഇസ്ലാമിക രാജ്യത്ത് അവന് ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ ഭരണാധികാരി ബൈത്തുൽ മാലിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം. ഒരിക്കലും ഒരു പട്ടിണിയാകുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഒരു അമുസ്ലിമിന് ഒരു ഇസ്ലാമിക രാജ്യത്ത് വസ്ത്രം ധരിക്കാനില്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് ഭരണാധികാരി അവന് വസ്ത്രം കൊടുക്കണം. ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരിക്കലും ഒരു അമുസ്ലിം ഒരു പ്രയാസം അനുഭവപ്പെടൂല. ഇനി അവൻ മരിച്ചെന്നിരിക്കട്ടെ, അവനെ കബറടക്കാൻ അവന്റെ ആളുകൾ തയ്യാറായെങ്കിൽ ശരി. ഒരു അമുസ്ലിം മരിച്ച ഒരു ഇസ്ലാമിക രാജ്യത്ത് കബറടക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെയുള്ള ഇസ്ലാമിക ഗവൺമെന്റിന്റെ ചുമതലയാണ് ആ മനുഷ്യനെ കബറടക്കുക. കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമില്ല, പക്ഷെ കഫൻ ചെയ്യലും കബറടക്കലും ഇസ്ലാമിക രാജ്യത്ത് നിർബന്ധമാണ് ആ മുസ്ലിമിന്. അപ്പൊ അവന്റെ സംരക്ഷണം ഇസ്ലാം ഏറ്റെടുക്കുകയാണ്. ഇതൊരു അമുസ്ലിമിന് ഒരു മുസ്ലിം രാജ്യത്ത് കിട്ടുന്ന പൗരത്വവും ആ പൗരത്വവുമായി ബന്ധപ്പെട്ട അവനുള്ള അവകാശങ്ങളുമാണ്. പക്ഷേ അവൻ മുസ്ലിം ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഏതൊരു മുസ്ലിമും മുസ്ലിം ആകണമെന്നൊരു മുസ്ലിം ആഗ്രഹിക്കണം. അത് നമ്മുടെ വിശ്വാസം 100% ശരിയാണെന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. മറ്റു വിശ്വാസങ്ങൾ 100% തെറ്റാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് എല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു ചിന്ത മുസ്ലിമിനുണ്ടാകും. പക്ഷെ അതിനോട് നിർബന്ധിക്കില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരെയും നിർബന്ധിക്കില്ല. അങ്ങനെ ഒരു നിർബന്ധം ഇസ്ലാമിലില്ല. അവരോട് പറയും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം.
ജിഹാദ്, അമുസ്ലിമീങ്ങളെ കൊല്ലുക, ഒന്നടങ്കം കൊല്ലുക എന്ന് പറയുന്ന ഒരു പരിപാടി അതും ദീനുൽ ഇസ്ലാമിലില്ല. വിശ്വാസം പറയുന്നത് മൻ ഖതല മുആഹിദൻ, ഒരു ഇസ്ലാമിക ദിമ്മത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ഒരാൾ കൊന്നുകളഞ്ഞാൽ ഞാൻ അന്ത്യനാളിൽ അവന്റെ എതിരാളിയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു അമുസ്ലിം പൗരന് 100% മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും അവന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ അവൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുകയും അവനോടത് പറയുകയും ചെയ്യും. നമ്മൾ 100% മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങളുടെ ഒരുതരം ആചാരവും ഒരുതരം അനുഷ്ഠാനവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ പല മതങ്ങളുടെയും ആചാരങ്ങൾക്ക് മേൽക്കൈ നേടിയിട്ടുണ്ട്. ചില ആചാരങ്ങളൊക്കെ ഭാരതീയമാണെന്ന് നമുക്ക് തോന്നിപ്പോകും, പക്ഷെ അത് ഭാരതീയമല്ല, മതപരമാണ്. പ്രചണ്ഡമായ പ്രചാരം കൊണ്ട് പല ആചാരങ്ങളും ഭാരതീയ ആചാരങ്ങളെന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൽ പലതും മതപരമായ ആചാരമാണ്. അതിൽ മുസ്ലിം ബന്ധപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന് നിലവിളക്ക് കത്തിക്കുക. നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് ഭാരതീയ ആചാരമല്ല, അതൊരു മതപരമായ ആചാരമാണ്. അതൊരിക്കലും ഒരു വിശ്വാസം ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 നിലപാടുകളുണ്ട്. ഒന്ന്, ആ മതവിശ്വാസം ശരിയാണെന്നും അതിനോട് അനുകരിച്ചുകൊണ്ടുമാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നതോടുകൂടി അയാൾ ഈ മതത്തിൽ നിന്ന് പുറത്തുപോകും. ഇനി അത് ശരിയാണെന്ന വിശ്വാസമൊന്നുമില്ല, അവരുടെ ആരാധനയിലും ആചാരത്തിലും പങ്കുചേരുക എന്നുള്ള ലക്ഷ്യമില്ല, ആഘോഷത്തിൽ പങ്കുചേരുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും ചെയ്തത് കുറ്റമാണ്, അത് ചെയ്യാൻ പാടില്ല. ഇനി ഇത് രണ്ടുമില്ല, തികച്ചും യാദൃച്ഛികമായി ചെയ്തതാണെങ്കിൽ അതുകൊണ്ട് മതത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല, അയാൾ കുറ്റക്കാരനുമാകുന്നില്ല എന്നുള്ളതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. തേങ്ങ ഉടയ്ക്കുക, പൊതുചടങ്ങൾക്ക് മുമ്പ് തേങ്ങ ഉടക്കുന്ന പരിപാടി, നിലവിളക്ക് കത്തിക്കുന്ന പരിപാടി, ഇത്തരം പരിപാടികളൊക്കെ പലപ്പോഴും ഭാരതീയമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പലതും ഭാരതീയമല്ല. അത് വളരെ ശാസ്ത്രീയമായി തന്നെ അല്ലെങ്കിൽ മതപരമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വിശ്വാസികൾ ഇന്ന് ദുർബലമായ വിശ്വാസികളായ പലരും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് നിലവിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും വിശ്വാസം ചെയ്യാൻ പാടില്ല എന്നാണ്. ചെയ്യുന്നവർ അറിവില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് തങ്ങൾ പറഞ്ഞത്. CH മുഹമ്മദ് കോയ സാഹിബ് കേരളം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ മതേതരവാദിയായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഒരു നിലവിളക്ക് കത്തിച്ചിട്ടില്ല. അദ്ദേഹം നല്ലൊരു മതവിശ്വാസിയുമായിരുന്നു. CK പത്മനാഭൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലൊരു വാരിക അദ്ദേഹവുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തി. അപ്പോൾ CK പത്മനാഭനോട് ചോദിച്ചു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും നല്ല പ്രാസംഗികൻ ആരാണെന്ന ചോദ്യത്തിന് CK പത്മനാഭൻ ശങ്കിക്കാതെ പറഞ്ഞ മറുപടി CH മുഹമ്മദ് കോയ സാഹിബ് എന്നായിരുന്നു. ഒരു കാര്യം കൂടി CKP പറഞ്ഞു, നേരം വെളുക്കുന്നവരെ CHന്റെ പ്രസംഗങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ കാത്തിരിക്കും. അപ്പൊ CHന്റെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് CKP സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട്. ആ CH നിലവിളക്ക് കത്തിച്ചിട്ടില്ല. നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലയുള്ള വിളക്ക് എന്നാണ് അതിനർത്ഥം. നിലയുള്ള വിളക്ക് തന്നെയാണ്. അതിന്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം ശിവലിംഗത്തെ സൂചിപ്പിക്കുന്നു എന്നും എണ്ണ ഒഴിക്കുന്ന ഭാഗം യോനിയെ സൂചിപ്പിക്കുന്നു എന്നും മതപരമായ ഗ്രന്ഥങ്ങളിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്ധ്യാനാമവും നിലവിളക്കും എന്ന പേരിൽ സുകുമാർ അഴീക്കോടിന്റെ ഒരു പുസ്തകമുണ്ട്. അതിന്റെ 14-ാം പേജിൽ ഈ കാര്യം പറയുന്നുണ്ട്. നിലവിളക്കിന്റെ അടിസ്ഥാനം എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിലിടുന്ന തിരി പോലും 2, 5, 7 ഇങ്ങനൊരു കണക്കുണ്ട്. അതിന് ആ കണക്ക് വെറുതെ ഉണ്ടായ കണക്കല്ല. കരിന്തിരി കത്താൻ പാടില്ല എന്ന നിയമമുണ്ട്. നിലവിലിരിക്കണിടയിൽ പുഷ്പങ്ങൾ ഇടണമെന്ന നിയമമുണ്ട്. അപ്പൊ ഇത് കൃത്യമായൊരു മതവിശ്വാസത്തിന്റെ ഭാഗമായി അഗ്നിയെ പൂജിക്കുന്ന ആളുകൾ ചെയ്തുണ്ടാക്കിയ ചില കാര്യങ്ങളാണ്. അത് അവർ ചെയ്യട്ടെ. ഒരു മതേതര രാജ്യത്ത് അത് പാടില്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ മതപരമായ ചടങ്ങുകളിൽ. ഇനി അങ്ങ് ചെയ്യുന്നെങ്കിൽ പോലും പാടില്ല, അത് ചെയ്യില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാക്കണം. ആർജവം കാട്ടിയ ആളാണ് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഇപ്പോഴത്തെ MLA മുൻ മന്ത്രിയുമായ ഒരാൾ കേരളത്തിൽ, അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇത് പാടില്ലാത്തതാണ്, ഇത് മതപരമായ ഒരു ചടങ്ങാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പല കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ നമ്മൾ അവരോട് മതപരമായ ഇത്തരം ആചാരങ്ങളിൽ നമ്മൾ അവളോട് സാദൃശ്യമാകാൻ പാടില്ല. മൻ തസബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പൊ ചോദിക്കും, ചില മുസ്ലിം പള്ളികളിൽ നിലവിളക്കില്ലെന്ന് ചോദിക്കും. ഉണ്ട്.
പൊന്നാനി മഖ്ദൂമിന്റെ പള്ളിയിൽ ഇന്നും നിലവിളക്കുണ്ട്. കൊടുങ്ങല്ലൂർ ചേരമൻ പള്ളിയിൽ ഇന്നും നിലവിളക്കുണ്ട്. ഈ നിലവിളക്കൊന്നും അമ്പലങ്ങളിൽ കത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ പൊതുചടങ്ങളിൽ കത്തിക്കപ്പെടുന്ന നിലവിളക്കുകൾക്ക് സമാനമല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, വിശ്വാസത്തിൽ വ്യത്യാസമുണ്ട്. പൊന്നാനി മഖ്ദൂമിന്റെ പള്ളിയിൽ നിലവിളക്ക് വന്നത് കറണ്ടില്ലാത്തൊരു കാലത്താണ്. അന്ന് മണ്ണെണ്ണ ഉപയോഗിച്ച് പള്ളികളിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പള്ളി വൃത്തികേടാകുന്നതുകൊണ്ട് താരതമ്യേന കരി കുറഞ്ഞ നെയ്യ്, വെളിച്ചെണ്ണ പോലുള്ളത് കത്തിക്കാൻ വേണ്ടിയാണ് നിലവിളക്കുകൾ പൊന്നാനി പള്ളിയിൽ ഉണ്ടാക്കിയത്. അന്ന് മഖ്ദൂമിന്റെ ദർസിൽ വന്നിരുന്ന് ഓതുന്ന ആളുകൾക്കാണ് ആലി മുസ്ലിയാർ എന്ന പട്ടം കൊടുത്തിരുന്നത്. അന്ന് ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഉണ്ടായിരുന്നില്ല. അവിടെ പഠിക്കുന്ന കൃത്യമായ കാലയളവിൽ ആ വിളക്കത്തിരുന്ന് പഠിക്കുന്ന ആളുകൾക്ക് മുസ്ലിയാർ ഒരു ആലിം എന്ന പട്ടം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്, അദ്ദേഹം മുസ്ലിയാർ എന്നറിയപ്പെടുകയാണ്. കാരണം അവിടെ ഇരുന്ന വിളക്കത്തിരുന്ന ആളാണ്. അപ്പൊ ആ വിളക്കിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വെട്ടം കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അന്ന് വിളക്ക് നിർമ്മിച്ചിരുന്നത് ഹിന്ദുക്കളാണ്. അവർ നിർമ്മിക്കുന്ന നിലവിളക്കുകൾ ഈ ഒരു ആകൃതിയിലായിരുന്നതുകൊണ്ടാണ് അന്ന് പൊന്നാനി പള്ളിയിലും കൊടുങ്ങല്ലൂർ പള്ളിയിലൊക്കെ അത്തരത്തിൽ ആ ആകൃതിയിലുള്ള നിലവിളക്കുകൾ വന്നത്. ഇന്നത് കത്തിക്കുന്നില്ല, എന്നാൽ എടുത്തു മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട് എടുത്തു മാറ്റുന്നില്ല? അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതിനകത്തൊരു വരുമാനമുണ്ട്. അതിനുവേണ്ടി നെയ്യ് നേർച്ചയാക്കുന്ന, വെളിച്ചെണ്ണ നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചരിത്രത്തിന്റെ ഒരു തിരിശേഷിപ്പാണ്. പൊന്നാനിയിലുണ്ടായിരുന്ന വിജ്ഞാന വിപ്ലവത്തെ സ്മരിക്കാൻ വേണ്ടി ഇന്നും അതവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തബറുക്കിന്റെ ഭാഗം കൂടിയാണ്. അതിനകത്ത് ഒരു തബറുക്കുണ്ട്. ഇൽമുമായി ബന്ധപ്പെട്ടതിലെല്ലാം തബറുക്കുണ്ടാകും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന് ആ പാത്രം കിട്ടി നബിയുടെ വഫാത്തിന് ശേഷം. അനസ് റളിയല്ലാഹു അൻഹു ആ പാത്രം പൊട്ടിപ്പോയിട്ട് പോലും വെള്ളിയുടെ നൂലുകൊണ്ട് അത് തുന്നി സൂക്ഷിച്ചു. അനസ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനന്തരാവാസികൾ 80,000 ദിർഹമിനാണ് ആ പാത്രം വിറ്റത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഒരിക്കൽ ബസറയിൽ ചെല്ലുമ്പോൾ ഈ പാത്രം കാണുകയും അതിനകത്ത് വെള്ളമൊഴിച്ച് കുടിക്കുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു തബറുക്കിന്റെ രീതിയും കൂടി കണ്ടതുകൊണ്ടും ആ ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇത്തരം പള്ളികളിൽ, സ്ഥാപനങ്ങളിലൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഏതായിരുന്നാൽ തന്നെയും അത് നിലവിളക്കാകട്ടെ, മറ്റേതുമാകട്ടെ, അത് തേങ്ങ ഉടയ്ക്കലാകട്ടെ, എന്തുമാകട്ടെ, മറ്റു മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് വിശ്വാസികൾക്ക് വിട്ടു നിൽക്കാൻ കഴിയണം. അത് വിശ്വാസത്തോടുകൂടിയാണെങ്കിൽ അത് ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ പോലും പല സ്ഥലത്തും പല രീതിയിലും കുറ്റകരമായി വരുന്നൊരു കാര്യം കൂടിയാണെന്ന് വിശ്വാസ സമൂഹം മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, മതവിശ്വാസി ഒരിക്കലും വർഗീയവാദിയാകില്ല. 100% ഒരാൾ വിശ്വാസിയായി തീരുമ്പോൾ അയാൾ ഒരിക്കലും വർഗീയവാദിയാകില്ല. മറ്റു മതങ്ങളോട് ഒരിക്കലും വിരോധം ഉണ്ടാകൂല. ആ വിരോധം, ആ മതങ്ങൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുകയില്ല. കാരണം ചരിത്രത്തിൽ ഒരിക്കലും ഒരു മതവിശ്വാസി വർഗീയവാദി ആയിട്ടില്ല. ഒരു മുസ്ലിം മതവിശ്വാസി വർഗീയവാദിയായ ഒരു ചരിത്രം കാണിക്കാൻ കഴിയില്ല. ആരെങ്കിലും വർഗീയവാദത്തിലേക്കോ തീവ്രവാദത്തിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ വിശ്വാസം ശരിയായിട്ടില്ല എന്നതിനർത്ഥം. അവൻ ഈ അമുസ്ലിമീങ്ങളുള്ള സഹകരണത്തെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വിശദീകരിച്ചു, വ്യാഖ്യാനിച്ചു. അതാണ് അതിന് കാരണം. അത് ഏതു മതത്തിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഹിന്ദു മതത്തിൽ യഥാർത്ഥ മതവിശ്വാസികൾ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും വർഗീയവാദിയായിട്ടില്ല. ഗാന്ധിജി ഹിന്ദു വിശ്വാസിയായിരുന്നില്ലേ? എന്റെ ഓരോ തരിമ്പും, എന്റെ ശരീരത്തിലെ ഓരോ ഭാഗവും ഹിന്ദു മതമാണെന്ന് പറഞ്ഞയാളാണ് ഗാന്ധിജി. ശുദ്ധിപ്രസ്ഥാനം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും ഹിന്ദു മതത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ വേണ്ടി രൂപം കൊടുത്ത ശുദ്ധിപ്രസ്ഥാനത്തെ നേർക്ക് നേരെ എതിർത്തയാളാണ് ഗാന്ധിജി. ഗാന്ധിജി ഹിന്ദുവായിരുന്നു, പക്ഷെ ഗാന്ധിജി വർഗീയവാദിയായിരുന്നില്ല. അതേസമയം വി ഡി സവർക്കർ 1937 ഹിന്ദു മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിഭജനത്തെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചയാൾ വി ഡി സവർക്കറാണ്, മുഹമ്മദ് അലി ജിന്നയല്ല. നിരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച വി ഡി സവർക്കർ മതവിശ്വാസിയായിരുന്നില്ല, നിരീശ്വരവാദിയായിരുന്നു. ഹിന്ദു മതവിശ്വാസിയായിരുന്നില്ല. ഗാന്ധിജി ഹിന്ദു മതവിശ്വാസിയായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയ വർഗീയ വിഭജനം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം. ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിച്ചത് 1990കളിൽ അദ്വാനി നടത്തിയ രഥയാത്രയാണ്. സത്യത്തിൽ അദ്വാനി ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ അദ്വാനി തന്റെ രഥയാത്രയിൽ അദ്ദേഹത്തിന് ഭക്തർ സമ്മാനിച്ച ഹിന്ദു ദേവതകളുടെ, ഹിന്ദു ദേവികളുടെയൊക്കെ പ്രതിമകൾ അതിനെ ഉരുക്കി, വെള്ളി കൊണ്ടുള്ള പ്രതിമകളെ ഉരുക്കി പാത്രമായും കയ്യിലായും തന്റെ വീട്ടിൽ സൂക്ഷിച്ചയാളാണ് അദ്വാനി. ആ ഭക്തജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അദ്ദേഹം സത്യത്തിൽ ഹിന്ദു മതവിശ്വാസിയായിരുന്നില്ല. മതവിശ്വാസിക്ക് ഒരിക്കലും വർഗീയത പറയാൻ കഴിയില്ല, ഏത് മതവിശ്വാസിയാകും.
അപ്പൊ അതുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ അവനിൽ ഒരിക്കലും വർഗീയത ഉണ്ടാവില്ല. ഇപ്പോൾ ആ രാമക്ഷേത്രത്തിന്റെ പേരിലാണല്ലോ കൊള്ള നടന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഭാരവാഹികൾ ഉൾപ്പെടുന്ന കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. സത്യത്തിന്റെ മേൽ സ്ഥാപിക്കപ്പെടാത്ത ഒന്നിലും അല്ലാഹു സമാധാനം കൊടുക്കൂല. അസത്യത്തിന്റെ മേൽ പൊങ്ങി വന്ന ഒന്നിനും പടച്ചോൻ സമാധാനം നിശ്ചയിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ നിലനിൽക്കും. അത് സമാധാനം കെടുത്തുന്ന ഒന്നായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. പടച്ചതമ്പുരാന്റെ സുന്നത്ത് അങ്ങനെയാണ്. വലൻ തജിദ സുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിന്റെ സുന്നത്തിനൊരിക്കലും മാറ്റം ഉണ്ടാകില്ല. 6000 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന അയോധ്യയിലാണ് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് രാമക്ഷേത്രം പണിത്. രവീന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു ലേഖകൻ, അദ്ദേഹം ഒരിക്കൽ ബാബരി മസ്ജിദ് പൊളിച്ച് 10 വർഷം കഴിയുമ്പോൾ അയോധ്യ സന്ദർശിച്ചിട്ട് അദ്ദേഹം എഴുതിയ ലേഖനമുണ്ട്. എ ടൗൺ ഡിവൈഡഡ് എന്ന പേരിൽ. ഔട്ട്ലുക്ക് മാരികയുടെ ലേഖകനാണ് അദ്ദേഹം. അദ്ദേഹം കണ്ട നേർക്കാഴ്ചകൾ അദ്ദേഹം എഴുതുന്നുണ്ട്. അയോധ്യയിൽ സത്യത്തിൽ ഇന്ന് ഹിന്ദുക്കൾ കുറഞ്ഞു വരികയാണെന്നാണ്. ഈ വർഗീയത കളിച്ചുകൊണ്ട് വർഗീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടി VHP നടത്തിയ ഈ ഒരു നാടകം ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണല്ലോ അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഫൈസാബാദിൽ പോലും BJP തോറ്റു. അവിടത്തെയുള്ള ഭക്തജനങ്ങൾ നാടുവിടുകയാണ്. കൊരങ്ങന്മാർ ചത്തൊടുങ്ങുകയാണ്. ഹനുമാന്റെ പിന്തുടർച്ചക്കാർ എന്ന നിലയിൽ കൊരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു ഭക്തജനങ്ങൾ കുറഞ്ഞതോടുകൂടി അയോധ്യയിൽ കൊരങ്ങന്മാർ പോലും ചത്തൊടുങ്ങുന്നു എന്നാണ് രവീന്ദ്രകുമാർ തന്റെ ലേഖനത്തിൽ എഴുതി വച്ചത്. അതുകൊണ്ട് ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുമ്പോൾ അവനിൽ നിന്നും ഉണ്ടാകുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ്, മതവിരോധമല്ല, വർഗീയതയല്ല. നാം വേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ഏതു മനുഷ്യനോടും അവന് മതമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഏതു മതമാകട്ടെ, മനുഷ്യത്വപരമായ സൗഹൃദപരമായ നിലപാട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.